സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ പോയിന്റ്സ് ആണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ മൊമെൻറ്റം എന്താണെന്നാണ്. ലീനിയർ മൊമെൻറ്റം ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബോഡി ഇൻ മോഷൻ. അതായത് സഞ്ചരിക്കുന്ന വസ്തുക്കൾക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ലീനിയർ മൊമെൻറ്റം. ഓക്കെ, അത് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി. ഓക്കെ, ദാറ്റ് ഇസ് ദ ഡെഫിനിഷൻ ഫോർ മൊമെൻറ്റം. ഇനി മൊമെൻറ്റം എങ്ങനെ മെഷർ ചെയ്യാമെന്ന് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മാസും വെലോസിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് മൊമെൻറ്റം കിട്ടും. അതുകൊണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, മൊമെൻറ്റത്തിനെ കാണിക്കുന്ന ലെറ്റർ പി ആണ്. സോ പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി എന്ന് എഴുതാം. ഈ ഇക്വേഷൻ കൃത്യമായി പഠിച്ചു വെക്കുക. 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. മൊമെൻറ്റം രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മാസിനെയും രണ്ടാമത്തത് അതിൻ്റെ വെലോസിറ്റിയെയും. ഓക്കെ, എന്താണ് ഡിപ്പെൻഡൻസ് എന്ന് ചോദിക്കാം. ദാറ്റ് ഈസ് മൊമെൻറ്റം പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാസ് ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി. ദാറ്റ്സ് ഓൾസോ എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനാണ്. ദാറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ബോഡി. വസ്തു എങ്ങോട്ടേക്കാണോ സഞ്ചരിക്കുന്നത് അതാണ് മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. മനസ്സിലായല്ലോ. കൂടാതെ ഇതിൻ്റെ യൂണിറ്റ് 1 മാർക്കിന് ചോദിക്കാം. ഇതിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ഓക്കെ, കൃത്യമായി മനസ്സിലാക്കുക. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചില കേസുകളുണ്ട്. ഒന്നാമത്തെ കേസ് ഇതാണ്. ഇഫ് 2 ഒബ്ജക്ട്സ് ഓഫ് ഡിഫറൻറ്റ് മാസസ് ഹാവ് ദ സെയിം മൊമെൻറ്റം. അതായത് ഡിഫറൻറ്റ് മാസുള്ള രണ്ട് വസ്തുക്കൾക്ക് ഒരേ മൊമെൻറ്റമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് വസ്തുവിനാണ് ഗ്രേറ്റർ വെലോസിറ്റി എന്ന് ചോദിക്കാം. ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാം ആൻസർ എന്താണ്? ലൈറ്റർ ബോഡിയുടെ വെലോസിറ്റിയാണ് കൂടുതലെന്ന് പറയാം. കാരണം നമുക്ക് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ അറിയാം. പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ആണ്. ഈ കേസിൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് എം ഇൻറ്റു വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്താണ്? വി പ്രൊപ്പോർഷണൽ ടു 1/m ആണ് അല്ലേ. അതായത് വെലോസിറ്റി മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ആസ് ദ മാസ് ഇൻക്രീസസ് വെലോസിറ്റി ഡിക്രീസസ്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ മാസ് കൂടിയ വസ്തുവിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും, മാസ് കുറഞ്ഞ വസ്തുവിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ആർക്കാണ് വെലോസിറ്റി കൂടുതൽ? മാസ് കുറവുള്ള വസ്തു, അതായത് ലൈറ്റർ ബോഡി. ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, കൂടാതെ ഒരു കാര്യം കൂടി നമുക്ക് പറയാം. ഇവിടെയുള്ള കേസിൽ വെലോസിറ്റി മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് വെലോസിറ്റിയും മാസും തമ്മിൽ ഒരു ഗ്രാഫ് വരക്കാൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ വരക്കാം? ഈ രീതിയിൽ വരക്കാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ഷേപ്പ്. കൂടാതെ രണ്ട് വസ്തുക്കളുടെ മാസ് m1 m2 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവയുടെ വെലോസിറ്റികൾ തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം v പ്രൊപ്പോർഷൻ ടു 1/m ആണ്. സോ v1/v2 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? m2/m1. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. സെക്കൻഡ് കേസ് ഇതാണ്. ഇഫ് 2 ഒബ്ജക്ട്സ് ഓഫ് സെയിം മാസസ് ട്രാവലിംഗ് വിത്ത് ഡിഫറൻറ്റ് വെലോസിറ്റീസ്. അതായത് ഒരേ മാസുള്ള രണ്ട് വസ്തുക്കൾ ഡിഫറൻറ്റ് വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആർക്കാണ് മൊമെൻറ്റം കൂടുതൽ അല്ലെങ്കിൽ കുറവെന്ന് ചോദിക്കാം. ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാം ബോഡി വിത്ത് ഗ്രേറ്റർ വെലോസിറ്റി പോസസ് ഗ്രേറ്റർ മൊമെൻറ്റം. അതായത് വെലോസിറ്റി കൂടിയ വസ്തുവിൻ്റെ മൊമെൻറ്റമാണ് കൂടുതൽ. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? നമുക്ക് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ അറിയാം. പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ആണ് അല്ലേ. ഇവിടെ മാസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് പി പ്രൊപ്പോർഷണൽ ടു വി ആണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വെലോസിറ്റി കൂടുന്ന സമയത്ത് മൊമെൻറ്റം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ദാറ്റ് ഈസ് ആസ് ദ വെലോസിറ്റി ഇൻക്രീസസ് മൊമെൻറ്റം ഇൻക്രീസസ് അല്ലേ. അപ്പോൾ ആരുടെ മൊമെൻറ്റം ആണ് കൂടുതൽ? വെലോസിറ്റി കൂടിയ വസ്തുവിൻ്റെത്. ഓക്കെ, സോ ദ മൊമെൻറ്റം ഈസ് ഗ്രേറ്റർ ഫോർ ദ ബോഡി ഹാവിങ് ഗ്രേറ്റർ വെലോസിറ്റി ഓർ ഫാസ്റ്റർ ബോഡി. ഓക്കെ, കൂടാതെ ഇവിടെയുള്ള കേസിൽ മാസും വെലോസിറ്റിയും തമ്മിൽ ഒരു ഗ്രാഫ് വരക്കാൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് ഈ രീതിയിലാണ് കിട്ടുക. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. മനസ്സിലായോ? ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ രണ്ട് വസ്തുക്കളുടെ വെലോസിറ്റി v1 ഉം v2 ആണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് മൊമെൻറ്റം എന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം മൊമെൻറ്റം p ഈസ് പ്രൊപ്പോർഷണൽ ടു v ആണ്. സോ p1/p2 ഈസ് ഈക്വൽ ടു v1/v2. മനസ്സിലായില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ കേസിലേക്ക് പോവാം. ഇതാണ്. ഇഫ് 2 ഒബ്ജക്ട്സ് ഓഫ് ഡിഫറൻറ്റ് മാസസ് ട്രാവലിംഗ് വിത്ത് സെയിം വെലോസിറ്റി. അതായത് ഡിഫറൻറ്റ് മാസുള്ള വസ്തുക്കൾ ഒരേ വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആർക്കാണ് മൊമെൻറ്റം കൂടുതൽ കുറവ്? ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ഹെവിയർ ബോഡി പോസസ് ഗ്രേറ്റർ മൊമെൻറ്റം. അതായത് മാസ് കൂടിയ വസ്തുവിൻ്റെ മൊമെൻറ്റമാണ് കൂടുതൽ. അതെങ്ങനെ മനസ്സിലാക്കാം? മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ആണ്. ഇവിടെ വെലോസിറ്റിയാണ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പി പ്രൊപ്പോർഷണൽ ടു എം എന്ന് എഴുതാം. മൊമെൻറ്റം മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആസ് ദ മാസ് ഇൻക്രീസസ് മൊമെൻറ്റം ഇൻക്രീസസ്. അപ്പോൾ ആരുടെ മൊമെൻറ്റമാണ് കൂടുതൽ? മാസ് കൂടുതലുള്ളതിൻ്റെത്. സോ ഹെവിയർ ബോഡി പോസസ് ഗ്രേറ്റർ മൊമെൻറ്റം. ഓക്കെ,
ഇനി ഇവിടെയുള്ള കേസിൽ മൊമെൻറ്റവും മാസും തമ്മിൽ ഒരു ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് വരക്കുക? മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു മാസ് ആണ്, സോ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടിയും ചോദിക്കാം. നിങ്ങൾക്ക് രണ്ട് വസ്തുക്കളുടെയും മാസ് തരുന്നു, m1ഉം m2ഉം, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് മൊമെൻറ്റം എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ P1/P2 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? m1/m2 എന്ന് എഴുതാം, ബിക്കോസ് ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. മൊമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ആയിട്ട് ചോദിക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തതായിട്ട് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. ഓക്കെ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, അതെന്തായാലും ചോദിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ചേഞ്ച് നടക്കുന്നത് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലാണ്. സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി പഠിക്കുക. അതിൻ്റെ മാത്തമാറ്റിക്കലായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്: എഫ് പ്രൊപ്പോർഷണൽ ടു dp/dt. മനസ്സിലായല്ലോ? ഇത് ഷുവർ ക്വസ്റ്റൻ ആണ്. അടുത്തതായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് ചോദിക്കാം. രണ്ട് കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഒന്ന്, ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇനേർഷ്യൽ മാസ്. ഇനേർഷ്യൽ മാസിൻ്റെ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് ഗീവ്സ് an equation for measuring the force. ഫോഴ്സ് മെഷർ ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ തരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ചോദിക്കാം. ഷുവർ ക്വസ്റ്റൻ ആണ്. അടുത്തത് നമുക്ക് വേണ്ടത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. ഈ ഡെറിവേഷൻ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്. വളരെ സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്യാം. ശ്രദ്ധിക്കുക എല്ലാവരും. നിങ്ങളൊരു ബോഡി കൺസിഡർ ചെയ്യുക. ബോഡിയുടെ മാസ് m ആണ് ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി v. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനൊരു മൊമെൻറ്റം ഉണ്ട്. മൊമെൻറ്റം എത്രയാണ്? P = mv ആണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം നമുക്കറിയാം ഫോഴ്സ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. സോ എഫ് പ്രൊപ്പോർഷണൽ ടു dp/dt ആണ്. ഇവിടെ പിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? mv എന്ന് കൊടുക്കാം. സോ എഫ് പ്രൊപ്പോർഷണൽ ടു d/dt ഓഫ് mv എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാസ് കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ എഫ് പ്രൊപ്പോർഷണൽ ടു m × dv/dt എന്ന് കിട്ടും. dv/dt ഈസ് കോൾഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഈസ് ആക്സലറേഷൻ. സോ എഫ് പ്രൊപ്പോർഷണൽ ടു m × a എന്ന് കിട്ടും. ഓക്കെ, പ്രൊപ്പോർഷണാലിറ്റി മാറ്റുന്ന സമയത്ത് F = k × ma എന്ന് എഴുതാം. ഇൻ SI സിസ്റ്റം ഓഫ് യൂണിറ്റ് ദ വാല്യൂ ഓഫ് k = 1. സോ F = ma. സോ ദിസ് ഈസ് ദ ഡെറിവേഷൻ. ദിസ് ഇസ് എ ഷുവർ ക്വസ്റ്റ്യൻ. 3 മാർക്കിന് ചോദിക്കും. ഓക്കെ, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി ഇതുമായി റിലേറ്റഡ് ആയി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇതാണ്: F = ma എന്ന ഇക്വേഷൻ എല്ലായ്പ്പോഴും ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതെല്ലായ്പ്പോഴും വാലിഡ് അല്ല. ഓക്കെ, F = ma ഈസ് നോട്ട് വാലിഡ് ഓൾവേസ്. എല്ലപ്പോഴും വാലിഡ് അല്ല. എപ്പോഴും മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ? ഈസ് വാലിഡ് ഓൺലി ഇഫ് ദ മാസ് ഓഫ് ദ ബോഡി ഈസ് കോൺസ്റ്റന്റ്. മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ വാലിഡ് ആയിട്ടുള്ളൂ. മാസ് കോൺസ്റ്റന്റ് അല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ റിലേറ്റിവിസ്റ്റിക് കേസിൽ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ വെലോസിറ്റി ആയിട്ട് കമ്പയറബിൾ ആവുന്ന കേസിൽ എന്തല്ല മാസ് കോൺസ്റ്റന്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ മാറും. ഓക്കെ, ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. ശരിയായ ഇക്വേഷൻ F = dp/dt എന്നാണ്. അതിനെ മാറ്റി എഴുതാം നമുക്ക്. F = d/dt ഓഫ് m × v എന്ന് എഴുതാം. ഓക്കെ, അവിടെ മാസും വേരിയബിൾ ആണ്, വെലോസിറ്റി വേരിയബിൾ ആണ് എങ്കിൽ നമുക്ക് ഇക്വേഷനെ m × dv/dt + v × dm/dt എന്ന് എഴുതാം. അവിടെ dv/dt a ആണ്. സോ ma + v × dm/dt എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. മനസ്സിലായോ? അപ്പോൾ ഇത് 1 മാർക്കിന് ചോദിക്കും. കൂടാതെ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കും. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ദാറ്റ്സ് ഓൾസോ എ 1 മാർക്ക് ക്വസ്റ്റ്യൻ. കൂടാതെ ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ചോദിക്കാം. അതിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 1 kg/m/s². അതുപോലെ അതിൻ്റെ CGS യൂണിറ്റ് ചോദിക്കാം. അത് ഡൈൻ ആണ്. 1 ഡൈൻ ഈസ് ഈക്വൽ ടു 1 g/cm/s². ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻5 ന്യൂട്ടൺ. അതായത് 1 ഡൈൻ എന്ന് പറയുന്നത് 10⁻⁵ ന്യൂട്ടൺ ആണ്. ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ ആയി റിലേറ്റഡ് ആയി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഈസ് സ്ട്രിക്ട്ലി അപ്ലിക്കബിൾ ടു എ സിംഗിൾ പോയിന്റ് പാർട്ടിക്കിൾ, ദെൻ ഹൗ ഈസ് ഇറ്റ് അപ്ലൈഡ് ടു എ റിജിഡ് ബോഡി ഓർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ? അതായത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ സിംഗിൾ പോയിന്റ് പാർട്ടിക്കിളിൻ്റെ കേസിലാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് റിജിഡ് ബോഡി അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൻ്റെ കേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? F = ma ആണ്. ഓക്കെ, റിജിഡ് ബോഡി അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൻ്റെ കേസിൽ F = ma എന്ന ഇക്വേഷനിൽ F എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. എന്താണ്? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ആൻഡ് A ഈസ് ദ ആക്സലറേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ആ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ ആണ്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ലോ ഓഫ് മോഷൻ
റിജിഡ് ബോഡിയുടെ കേസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഈസ് എ ലോക്കൽ റിലേഷൻ? അതായത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ലോക്കൽ റിലേഷൻ ആണ് എന്ന സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്നാണ് ചോദ്യം. ഈ സ്റ്റേറ്റ്മെന്റ് മീനിങ് ഇതാണ്. ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. ഓക്കെ, അവിടെ ഫോഴ്സും ആക്സലറേഷനും തമ്മിലാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അവിടെ എഫ് എന്ന് പറയുന്നത് ആ ഒരു ഇൻസ്റ്റന്റിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും എ എന്ന് പറയുന്നത് ആ ഒരു ഇൻസ്റ്റന്റിൽ ഉണ്ടാകുന്ന ആക്സലറേഷനുമാണ്. മനസ്സിലായോ? ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു എം എ ഈസ് ദ ഇക്വേഷൻ കണക്റ്റിംഗ് ഫോഴ്സ് ആൻഡ് ആക്സലറേഷൻ, വേർ ഫോഴ്സ് എഫ് ഈസ് ദ force applied at that instant and A is the acceleration produced at that instant. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ A is equal to F by M എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആക്സലറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഏത് ആക്സലറേഷൻ ആണ്? ആ ഒരു ഇൻസ്റ്റന്റിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ആക്സലറേഷൻ ആണ്. ദാറ്റ് മീൻസ് ആക്സലറേഷൻ ഹിയർ ആൻഡ് നൗ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫോഴ്സ് ഹിയർ ആൻഡ് നൗ ആൻഡ് നോട്ട് എനി ഹിസ്റ്ററി ഓഫ് മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായ ആക്സലറേഷൻ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ സമയത്ത് അവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ ആ മോഷന്റെ ഹിസ്റ്ററിയെ അല്ല. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഈസ് എ ലോക്കൽ റിലേഷൻ. ഗോട്ട് ഇറ്റ്? അടുത്ത ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഇതാണ്. Give the magnitude and direction of the net force acting on. അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഒന്നാമത്തത് എന്താണ്? എ ഡ്രോപ്പ് ഓഫ് റെയിൻ ഫാളിംഗ് ഡൗൺ വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. അതായത് റെയിൻ ഡ്രോപ്പ് എന്ത് ചെയ്യുന്നു? കോൺസ്റ്റന്റ് സ്പീഡിൽ താഴോട്ടേക്ക് എന്ത് ചെയ്യുന്നു? വീഴുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള നെറ്റ് ഫോഴ്സ് ആണ് ചോദിച്ചത്. ഓക്കെ, നമുക്കറിയാം ഇവിടെയുള്ള കേസിൽ റെയിൻ ഡ്രോപ്പ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ഓക്കെ, ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇതെന്ത് മോഷനാണ്? ഒരു യൂണിഫോം മോഷനാണ്, അല്ലേ? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് വാട്ട് ഈസ് ദ ഫോഴ്സ്? എഫ് ഈസ് ഈക്വൽ ടു എം എ. ആക്സലറേഷൻ 0 ആയതുകൊണ്ട് ഫോഴ്സ് എത്രയാണ്? 0 ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ കോർക്ക് ഓഫ് മാസ് 10 gram ഫ്ലോട്ടിംഗ് ഓൺ വാട്ടർ. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു കോർക്ക്, അതിൻ്റെ മാസ് 10 gram ആണ്. അതെന്ത് ചെയ്യുന്നു? ഫ്ലോട്ട് ചെയ്യുന്നു, വാട്ടറിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം അതിൻ്റെ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം ലിക്വിഡിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg ഡൗൺവേർഡ് ഡയറക്ഷനിലും, കൂടാതെ ലിക്വിഡ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് അപ് ത്രസ്റ്റ്. അത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഫ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെർഫോർ ദ ആക്സലറേഷൻ ഈസ് വാട്ട്? 0. ദെർഫോർ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? 0 ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ കാർ മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി ഓഫ് 30 km/h ഓൺ എ റഫ് റോഡ്. അതായത് റഫ് റോഡിലൂടെ ഒരു കാർ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. വെലോസിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 30 km/h ആണ്. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാം. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ എത്രയാണ്? 0 ആണ്. ദെർഫോർ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? MA, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക എന്ത്? വാട്ട് ഈസ് ദ ആക്സലറേഷൻ? അപ്പോൾ ആക്സലറേഷൻ 0 ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ഫോഴ്സ് 0 ആണ്. ദാറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് give the magnitude and direction of the net force. നെറ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ സ്റ്റോൺ ഓഫ് മാസ് 0.1 kg ജസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ വിൻഡോ ഓഫ് എ സ്റ്റേഷനറി ട്രെയിൻ. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിനിൻ്റെ വിൻഡോയിലൂടെ എന്ത് ചെയ്യുന്നു? 0.1 kg മാസുള്ള ഒരു സ്റ്റോൺ എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നെറ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കൂ, ഇതാണ് 0.1 kg മാസുള്ള സ്റ്റോൺ. ഓക്കെ, അതിനെ ഡ്രോപ്പ് ചെയ്യുന്നു. ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, ഈ ഡ്രോപ്പ് ചെയ്താൽ താഴോട്ടേക്കാണ് വീഴുന്നത്. എന്തുകൊണ്ടാണ് താഴോട്ടേക്ക് വീഴുന്നത് നമുക്കറിയാം. അതിനെ ആര് അട്രാക്ട് ചെയ്യുന്നു? എർത്ത് അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ആ അട്രാക്ഷൻ കാരണം അതിൻ്റെ മുകളിലേക്ക് എന്തുണ്ട്? ഒരു ഫോഴ്സ് ഉണ്ട്. അതെങ്ങോട്ടേക്കാണ്? താഴോട്ടേക്കാണ്. അത് എത്രയാണ്? m/g ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? F ഈസ് ഈക്വൽ ടു mg. മാസ് 0.1 ആണ്, g 10 ആയിട്ട് എടുക്കാം. സോ 1 Newton ഈസ് ദ ഫോഴ്സ് ആൻഡ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ? ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ സെയിം സ്റ്റോൺ ആസ് അബോവ് just after it is dropped from the window of a train running at a constant velocity of 36 km/h. എന്ന് പറഞ്ഞാൽ നേരത്തെ അതേ സ്റ്റോണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രെയിനിൽ നിന്ന് ഡ്രോപ്പ് ഇവിടെ
കേസിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. എന്താണ്? ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി ഓഫ് 36 km/h. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ് ട്രെയിൻ. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഡ്രോപ്പ് ചെയ്യുമ്പോൾ ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. അങ്ങനെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ട്രെയിനിന് ആക്സലറേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ട്രെയിനിൻ്റെ ആക്സലറേഷൻ എത്രയാണ്? 0 ആണ്. മനസ്സിലായില്ലേ? ഇനി ഇതിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ ഏത് ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. കാരണം ട്രെയിനുമായിട്ട് ഇതിനെന്തില്ല? കോണ്ടാക്ട് ഇല്ല. അതുകൊണ്ട് ആഫ്റ്റർ ഡ്രോപ്പിംഗ് ഇവിടെ ഏത് ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് F=mg. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഈസ് എ ലോക്കൽ റിലേഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഫോഴ്സ് ആക്ടിങ് നൗ ആൻഡ് ഹിയർ ആൻഡ് നോട്ട് ഓൺ ദ ഹിസ്റ്ററി ഓഫ് മോഷൻ. ഓക്കെ, അതുകൊണ്ട് ഇവിടെയുള്ള ഫോഴ്സ് എത്രയാണ്? F=mg ആണ്. ദാറ്റ് ഈസ് 0.1 × 10, ദാറ്റ് ഈസ് 1 ന്യൂട്ടൺ. എങ്ങോട്ടേക്ക്? ഡൗൺവേർഡ് ഡയറക്ഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? The same stone as above, just after it is dropped from the window of a train, accelerated with 1 m/s². ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയുന്നത് നേരത്തെ അതേ സ്റ്റോൺ തന്നെ വിൻഡോയിൽ നിന്ന് താഴോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു, പക്ഷേ ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ആക്സലറേഷൻ? 1 m/s². ഓക്കെ, അപ്പോൾ ഇതാണ് ട്രെയിൻ. ഇവിടുന്ന് ഒരു സ്റ്റോൺ എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ആഫ്റ്റർ ഡ്രോപ്പിംഗ് എന്നാണ് പറയുന്നത്. ട്രെയിൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ഹാസ് ആൻ ആക്സലറേഷൻ ഓഫ് 1 m/s². ഇങ്ങോട്ടേക്കുണ്ട്. പക്ഷെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഏത് ഫോഴ്സ് മാത്രമേ ഉള്ളൂ? കാരണം ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ട്രെയിനുമായിട്ട് ഇതിന് കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, കോണ്ടാക്ട് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം അവിടെ ഏത് ഫോഴ്സ് മാത്രമേ ഉള്ളൂ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. സോ ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സ്റ്റോൺ ഈസ് വാട്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എങ്ങോട്ടേക്ക്? ഡൗൺവേർഡ് ഡയറക്ഷനിൽ. വാട്ട് ഈസ് ദ ഫോഴ്സ്? F=mg. സോ ദ ആൻസർ ഈസ് വാട്ട്? 1 ന്യൂട്ടൺ. എങ്ങോട്ടേക്ക്? ഡൗൺവേർഡ് ഡയറക്ഷൻ. മനസ്സിലായോ ഐഡിയ? ഓക്കെ, ഇനി ഡ്രോപ്പ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലോ? ഡ്രോപ്പ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം അവിടെ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് 2 ഫോഴ്സുകൾ? ഒന്ന് ഏതാണ്? ട്രെയിൻ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോണിൻ്റെ മുകളിൽ നിന്നുണ്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ആക്സലറേഷൻ ഉണ്ട്. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഫോഴ്സ് ഉണ്ട്. കൂടാതെ ഏത് ഫോഴ്സും ഉണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉണ്ട്. മനസ്സിലായോ? ഓക്കെ, ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ആകെ ഏത് ഫോഴ്സ് മാത്രമേ ഉള്ളൂ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് വൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഈസ് കോൾഡ് എ ലോക്കൽ റിലേഷൻ. ഇറ്റ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹിസ്റ്ററി ഓഫ് മോഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഫോഴ്സ് ആക്ടിങ് നൗ ആൻഡ് ഹിയർ. യു ഗോട്ട് ഇറ്റ്? സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ആ ബോഡിയുടെ മാസ് 4 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ? ഓക്കെ, പാർട്ടിക്കിളിൻ്റെ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. T<0, T between 4 seconds and 0 seconds. 0-നും 4-നും ഇടയിലുള്ള ടൈമിൽ ആൻഡ് ഗ്രേറ്റർ ദാൻ 4 seconds, 4 സെക്കൻഡിന് ശേഷം. ഓക്കെ, ആൻഡ് ദ മോഷൻ മേ ബി കൺസിഡർ ആസ് 1 dimensional. മോഷൻ നിങ്ങൾ 1 dimensional മോഷനായിട്ട് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് ഏതാണ്? T<0. T<0 എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ? A to O ആണ് വരുന്നത്. അപ്പോൾ A മുതൽ O വരെയുള്ള കേസിൽ പൊസിഷൻ മാറുന്നുണ്ടോ? ഇല്ല, പൊസിഷൻ മാറുന്നില്ല. സോ ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, ബോഡി റെസ്റ്റിലായതുകൊണ്ട് നമുക്ക് പറയാം ഫോഴ്സ് എത്രയാണ്? 0 ആണ്. രണ്ടാമത്തെ കേസ് ഏതാണ്? 0 to 4 seconds അല്ലേ? 0 to 4 seconds എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത് അല്ലേ? 0 to 4 എന്ന് പറഞ്ഞാൽ OB എന്ന് പറയുന്ന ലൈനാണ് വരുന്നത്. OB എന്ന് പറയുന്ന ലൈൻ എങ്ങനെയാണുള്ളത്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ് അല്ലേ? പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സ് ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? പോസിറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് യൂണിഫോം മോഷൻ ആണ് അല്ലേ? യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ എത്രയാണ്? 0 ആയിരിക്കും. ആക്സലറേഷൻ 0 ആയതുകൊണ്ട് ഈ കേസിലും ഫോഴ്സ് എത്രയാണ്? 0 ആണ്. അടുത്തത് T>4 seconds, 4 സെക്കൻഡിന് ശേഷം. 4 സെക്കൻഡിന് ശേഷം എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? B to C ആണ് വരുന്നത്. BC എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് പാരലൽ ടു ടൈം ആക്സിസ്. എന്ന് പറഞ്ഞാൽ ബോഡിയുടെ പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ്? വാട്ട് ഈസ് ദ മീനിങ്? ഈസ് അറ്റ് റെസ്റ്റ് അല്ലേ? റെസ്റ്റിലാണെങ്കിൽ വീണ്ടും ഫോഴ്സ് എത്ര തന്നെയാണ്? 0 ആണ്. സോ ദ ഫോഴ്സ് ഈസ് 0. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ വരുന്ന ഫോക്കസ് ഏരിയ പോയിന്റ് ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യം ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ എ സിസ്റ്റം കോൾഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ,
അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യാത്ത ഒരു സിസ്റ്റം, അങ്ങനെയുള്ള സിസ്റ്റത്തിന് എന്താ വിളിക്കുക? ഐസൊലേറ്റഡ് സിസ്റ്റം. സോ വാട്ട് ഈസ് ഐസൊലേറ്റഡ് സിസ്റ്റം? സിസ്റ്റം ഇൻ വിച്ച് ദർ ഈസ് നോ ഫോഴ്സ് ആക്ടിങ്, നെറ്റ് ഫോഴ്സ് 0 ആണ്. ഓക്കെ, അങ്ങനെയുള്ള സിസ്റ്റത്തിൻ്റെ കേസിൽ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് എന്ത് മാറില്ല? ടോട്ടൽ മൊമെൻറ്റം മാറില്ല, ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. മനസ്സിലായില്ലേ? സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിൻ്റെ ഇക്വേഷൻ ചോദിക്കാം. നമുക്കറിയാം ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ഡി പി ബൈ ഡി ടി ആണ്. ഓക്കെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എഫ് 0 ആണ്, ദാറ്റ് ഈസ് ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം 0 എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നില്ല, ദാറ്റ് ഈസ് മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റന്റ്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക, ഇതിൻ്റെ ഈ പ്രൂഫും പഠിച്ചു വെക്കുക. കുറേ പാർട്ടിക്കുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? P1 വെക്ടർ പ്ലസ് P2 വെക്ടർ പ്ലസ് P3 വെക്ടർ പ്ലസ് എക്സെട്ര ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ദ അനദർ ഫോം ഓഫ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇനി ഈ ഇക്വേഷനകത്ത് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ടോട്ടൽ മൊമെൻറ്റം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം കോൺസ്റ്റന്റ് ആണ്, ബട്ട് ദ മൊമെൻറ്റം ഓഫ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് മേ ചേഞ്ച്. ഓക്കെ, ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെ മൊമെൻറ്റം എന്ത് ചെയ്യാൻ? ചേഞ്ച് ചെയ്യാം, ബട്ട് ടോട്ടൽ മൊമെൻറ്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കൂടാതെ ഇതിൻ്റെ അകത്തൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം യൂസിങ് ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോ ഉപയോഗിച്ചുകൊണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പ്രൂവ് ചെയ്യാൻ ചോദിക്കും. അങ്ങനെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ 2 ബോഡീസ് കൺസിഡർ ചെയ്യുക, എ ബി എന്ന് പറയുന്ന 2 ബോഡീസ്. ഓക്കെ, രണ്ടിൻ്റെ മാസ് m1 m2 ആണ്. ഓക്കെ, ആൻഡ് ദേ ആർ മൂവിങ് വിത്ത് വെലോസിറ്റി u1 ആൻഡ് u2. ഇനി u1ൻ്റെ വെലോസിറ്റി u2വിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് തമ്മിൽ പരസ്പരം എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. അപ്പോൾ എയും ബിയും പരസ്പരം കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അത് തമ്മിൽ കോണ്ടാക്റ്റിൽ വരും അല്ലേ? ആ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് എത്രയാണ്? ഡെൽറ്റ ടി സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യും? എ ബിയുടെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും, ദാറ്റ് ഈസ് എഫ് ബി എ എന്ന് വിളിക്കാം. അതുപോലെ ബി എയുടെ മുകളിൽ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ദേ ആർ കോൾഡ് ആക്ഷൻ റിയാക്ഷൻ പെയർ. ഓക്കെ, അത് കാരണം ആഫ്റ്റർ കൊളീഷൻ m1ൻ്റെ വെലോസിറ്റി v1 ആയി മാറുകയും m2ൻ്റെ വെലോസിറ്റി v2 ആയി മാറുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇതാണ് ഇവിടെ നടക്കുന്ന കൊളീഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിൽ മനസ്സിലായി m1ൻ്റെ മൊമെൻറ്റവും ചേഞ്ച് ചെയ്യുന്നുണ്ട്, m2ൻ്റെ മൊമെൻറ്റവും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? സോ വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് എ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. ഫൈനൽ മൊമെൻറ്റം എന്താ വരിക? m1ൻ്റെത് m1 v1 മൈനസ് m1 u1 എന്ന് വരും. അതുപോലെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ബി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം m2 v2 മൈനസ് m2 u2 ആയിരിക്കും. ശരിയല്ലേ? ഇങ്ങനെ മൊമെൻറ്റം ചേഞ്ച് ചെയ്യാനുള്ള കാരണം നമുക്കറിയാം എന്താണ്? കൊളീഷൻ്റെ സമയത്ത് അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് അല്ലേ? ഫോഴ്സ് ഓൺ ബി ഉണ്ട്, ഫോഴ്സ് ഓൺ എ ഉണ്ട്. എയുടെ മുകളിലും ഫോഴ്സ് ഉണ്ട്, ബിയുടെ മുകളിലും ഫോഴ്സ് ഉണ്ട്. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ എന്ന് ചോദിച്ചാൽ എഫ് ബി എ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ബി ആണ് അല്ലേ? സോ വി ക്യാൻ റൈറ്റ് എഫ് ബി എ ഈസ് ഈക്വൽ ടു ഡി പി ഡെൽറ്റ പി ബി ബൈ ഡെൽറ്റ ടി എന്ന് ഉപയോഗിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് m2 v2 മൈനസ് m2 u2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, അതുപോലെ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് എഫ് എ ബി എന്ന് പറയാം. ദാറ്റ് ഈസ് ഡെൽറ്റ പി എ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി അല്ലേ? കാരണം എയുടെ മുകളിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ്. ദാറ്റ് ഈസ് m1 v1 മൈനസ് m1 u1 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ശരിയല്ലേ? ഇനി ന്യൂട്ടൻ്റെ തേർഡ് ലോ പ്രകാരം നമുക്ക് പറയാം ഈ 2 ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് ഈസ് എഫ് എ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ബി എ എന്ന് എഴുതാം. ഇതിനെ മാറ്റി എഴുതി എന്താ കിട്ടുന്നത്? m1 v1 മൈനസ് m1 u1 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് m2 v2 മൈനസ് m2 u2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ശരിയല്ലേ? ഇവിടെ ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്യാം. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? m1 v1 മൈനസ് m1 u1 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് m2 v2 മൈനസ് m2 u2. നെഗറ്റീവ് കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? m1 v1 മൈനസ് m1 u1 ഈക്വൽ ടു മൈനസ് ഓഫ് m2 v2 പ്ലസ് m2 u2 എന്ന് കിട്ടും. ശരി, ഈ ഇക്വേഷൻ ഈ റീഅറേഞ്ച് ചെയ്ത് എന്താ കിട്ടുക? m1 u1 പ്ലസ് m2 u2 ഈസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 u2. ശരിയല്ലേ? അവിടെ m1 u1 പ്ലസ് m2 u2 എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ആണ്. അതേപോലെ m1 v1 പ്ലസ് m2 v2 എന്താണ്? ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ആണ്. സോ വി ക്യാൻ സേ ദ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റത്തിന് എന്ത് സംഭവിക്കുന്നില്ല? ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ ചേഞ്ച് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ ഈ പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിന് ചോദിക്കും. കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അതായത് ലീനിയർ മൊമെൻറ്റത്തിൽ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് കുറേ അധികം ഉണ്ട്. പക്ഷെ പ്രധാനമായി ചോദിക്കുന്നത് ഒന്നിതാണ് റീകോയിലിംഗ് ഓഫ് എ ഗൺ.
നമുക്കറിയാം ഒരു ഗണ്ണ് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളറ്റ് മുന്നോട്ടേക്ക് പോകും, അതേസമയം ഗണ്ണ് പിറകോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ആൻഡ് ദാറ്റ് ബാക്ക്വേർഡ് മോഷൻ ഓഫ് ദ ഗൺ ഈസ് കോൾഡ് റീകോയിലിംഗ് ഓഫ് ദ ഗൺ. അത് നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അപ്ലൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കൂടാതെ റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനും പറ്റും. ഇവിടെ നിങ്ങൾക്കൊരു ഗണ്ണ് കാണിച്ചിട്ടുണ്ട്, ബുള്ളറ്റ് കാണിച്ചിട്ടുണ്ട്. ഗണ്ണിൻ്റെ മാസ് mg ആയിട്ട് എടുക്കാം, ബുള്ളറ്റിൻ്റെ മാസ് mb ആയിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അപ്ലൈ ചെയ്യുക. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം? ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് ഈസ് ഈക്വൽ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗ്. ഫയർ ചെയ്യുന്നതിന് മുന്നേ ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയും 0 ആണ്, ഗണ്ണിൻ്റെ വെലോസിറ്റിയും 0 ആണ്. സോ ദ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് എത്രയാണ്? 0 ആണ്. ആഫ്റ്റർ ഫയറിംഗ് ബുള്ളറ്റിനും ഒരു മൊമെൻറ്റം ഉണ്ട്, ഗണ്ണിനും ഒരു മൊമെൻറ്റം ഉണ്ട്. ഓക്കെ, ഗണ്ണിൻ്റെ മൊമെൻറ്റം നിങ്ങൾ pg ആയിട്ട് എടുക്കുക, ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം നിങ്ങൾ pb ആയിട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? pg വെക്ടർ പ്ലസ് pb വെക്ടർ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതിനെ മാറ്റി എഴുതിയാൽ pg വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് pb വെക്ടർ എന്ന് കിട്ടും. ഇതിൻ്റെ മീനിങ് എന്താണ്? ഗണ്ണും ബുള്ളറ്റും ഈക്വൽ മൊമെൻറ്റത്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഓക്കെ, ദേ ഹാവ് ഈക്വൽ മൊമെൻറ്റം ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. സോ വി ക്യാൻ റീറൈറ്റ് ആസ് mg vg ഈസ് ഈക്വൽ ടു മൈനസ് mb vb എന്ന് എഴുതാം. സോ vg വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് mb vb ഡിവൈഡ് ബൈ mg എന്ന് പറഞ്ഞാൽ റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ മൈനസ് mb vb വെക്ടർ ഡിവൈഡ് ബൈ mg. ഇതിൻ്റെ നെഗറ്റീവ് സൈൻ എന്തിനാണ് കാണിക്കുന്നത്? നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഗണ്ണ് മൂവ് ചെയ്യുന്നത് ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് മുന്നോട്ടേക്കാണ്, ഗണ്ണ് എങ്ങോട്ടേക്ക് പിറകോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. vg വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് pb വെക്ടർ ഡിവൈഡ് ബൈ mg എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ഓഫ് ദ ബുള്ളറ്റിനെ മാസ് ഓഫ് ദ ഗണ്ണ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റീകോയിൽ വെലോസിറ്റി കിട്ടും. ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് വെച്ച് പ്രോബ്ലംസ് ചോദിക്കും 2 മാർക്കിന്, കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, സാധാരണഗതിയിൽ ഗണ്ണ് ഫയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഗണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്? ഷോൾഡറിനോട് ടൈറ്റായിട്ട് പിടിക്കുന്നുണ്ട് അല്ലേ? ശരി, അമർത്തി പിടിക്കുന്നില്ലേ? എന്തുകൊണ്ട്? അതിന് കാരണം ഇതാണ്, നിങ്ങൾ ഷോൾഡറുമായിട്ട് അമർത്തുന്ന സമയത്ത് നിങ്ങളും ഏതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയും ഓക്കെ വെലോസിറ്റി ഓഫ് ദ ഗണ്ണിൻ്റെ ഇക്വേഷൻ എന്തായി മാറും? നമുക്ക് നേരത്തെ കിട്ടിയത് മൈനസ് mb vb ഡിവൈഡ് ബൈ എന്താ കിട്ടിയത്? mg എന്നല്ല കിട്ടിയത്. അവിടെ മാസ് ഓഫ് ദ ഗണ്ണ് മാത്രമാണ് ഉപയോഗിച്ചത്. പക്ഷേ ഷോൾഡറിനോട് അമർത്തുന്ന സമയത്ത് നിങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഇക്വേഷൻ മോഡിഫൈ ചെയ്തിട്ട് vg ഈസ് ഈക്വൽ മൈനസ് mb vb ഡിവൈഡ് ബൈ m പ്ലസ് mg എന്ന് കിട്ടും. നിങ്ങളുടെ മാസും കൂടി വരുന്നു, അതുകൊണ്ട് ഡിനോമിനേറ്റർ കൂടുന്നു, അതുകൊണ്ട് റീകോയിൽ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ റീകോയിൽ വെലോസിറ്റി കുറയുന്നു, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? അപകടം കുറയും. മനസ്സിലായില്ലേ? ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. അതിൻ്റെ ഇതൊരു 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കുക. ക്വസ്റ്റൻ ഇങ്ങനെയായിരിക്കും, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ? ആൻസർ എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അതുപോലെ എക്സ്പ്ലോഷനും എന്തിൻ്റെ അപ്ലിക്കേഷൻ തന്നെയാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അപ്ലിക്കേഷനാണ്. അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കും, കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള 1-2 പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്, 30 കിലോഗ്രാം മാസുള്ള ഒരു ഷെല്ല് 48 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ഫ്ലൈ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അത് എക്സ്പ്ലോഡ് ചെയ്തു. അതിൻ്റെ ഒരു ഭാഗം 18 കിലോഗ്രാം മാസുള്ള ഒരു ഭാഗം എന്ത് ചെയ്തു? പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗം, ബാക്കിയുള്ള ഭാഗത്തിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന ചോദ്യം. മനസ്സിലായില്ലേ? ഷെല്ലിൻ്റെ മാസ് ക്യാപിറ്റൽ എം എത്രയാണ്? 30 കിലോഗ്രാം ആണ്. അത് ഫ്ലൈ ചെയ്യുന്ന വെലോസിറ്റി 48 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? അത് എത്ര ഭാഗമായിട്ടാണ് എക്സ്പ്ലോഡ് ചെയ്തത്? 2 പാർട്ടായിട്ട് എക്സ്പ്ലോഡ് ചെയ്തു അല്ലേ? ഒരു പാർട്ടിൻ്റെ മാസ് m1 ആയിട്ട് എടുക്കാം. അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? v1. അത് 0 ആണ്, കാരണം അത് കംസ് ടു സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ മാസ് m1 എത്രയാണ്? 18 കിലോഗ്രാം. രണ്ടാമത്തെ എത്രയാണ്? m2 ആണ്. അതിൻ്റെ വെലോസിറ്റി v2 ആണ്, അതറിയില്ല. അതിൻ്റെ മാസ് എത്രയാണ്? ടോട്ടൽ മാസ് 30 ആണ്. അതിൽ 18 കിലോഗ്രാം ആണ് m1. അങ്ങനെയാണെങ്കിൽ m2വിൻ്റെ മാസ് 30 മൈനസ് 18 ആയിരിക്കും അല്ലേ? എത്ര കിട്ടും? 12 കിലോഗ്രാം എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിളാന്ന് പറഞ്ഞു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിന് എക്സാമ്പിളാന്ന് പറഞ്ഞു. ഓക്കെ, കാരണം ഇവിടെ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയാണ്? 0 ആണ് ഡ്യൂറിങ് എക്സ്പ്ലോഷൻ. അതുകൊണ്ട് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? ടോട്ടൽ മൊമെൻറ്റം ബിഫോർ എക്സ്പ്ലോഷൻ ഈസ് ഈക്വൽ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ എക്സ്പ്ലോഷൻ അല്ലേ? ടോട്ടൽ മൊമെൻറ്റം ബിഫോർ എക്സ്പ്ലോഷൻ എത്രയാണ്? മാസ് 30 കിലോഗ്രാം ആണ്, വെലോസിറ്റി 48 ആണ് അല്ലേ? അപ്പം 30 × 48 വരിക അല്ലേ? ആഫ്റ്റർ എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 18 × 0 പ്ലസ് 12 × v2 എന്ന് വരും. ശരിയല്ലേ? അതുകൊണ്ട് v2 ഈസ് ഈക്വൽ ടു 30 × 48 ഡിവൈഡ് ബൈ 12. എത്ര കിട്ടുക? 120 മീറ്റർ പെർ സെക്കൻഡ്.
ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. കൃത്യമായി പഠിച്ചു വെക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ ഷെൽ ഓഫ് മാസ് 0.02 കിലോഗ്രാം ഈസ് ഫയർഡ് ബൈ എ ഗൺ ഓഫ് മാസ് 100 കിലോഗ്രാം. ഇഫ് ദ മസിൽ സ്പീഡ് ഓഫ് ദ ഷെൽ ഈസ് 80 മീറ്റർ പെർ സെക്കൻഡ്, വാട്ട് ഈസ് ദ റീകോയിൽ സ്പീഡ് ഓഫ് ദ ഗൺ? അപ്പോൾ നിങ്ങൾക്ക് ബുള്ളറ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.02 കിലോഗ്രാം ആണ്. അതുപോലെ മാസ് ഓഫ് ദ ഗണ്ണ് തന്നിട്ട് എത്രയാണ്? 100 കിലോഗ്രാം ആണ്. അതുപോലെ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് തന്നിട്ട് എത്രയാണ്? 80 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗണ്ണാണ് കാണേണ്ടത്. റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വി ജി ഈസ് ഈക്വൽ ടു മൈനസ് എം ബി വി ബി വെക്ടർ ഡിവൈഡഡ് ബൈ എം ജി. ശരിയല്ലേ? ദറ്റ് ഈസ് വി ജി വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് 0.02 ഇൻറ്റു എന്ത് വരും? 80 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1.6 ഡിവൈഡ് ബൈ 100. That is minus 1.6 into 10 raised to minus 2 meter per second. That is minus 0.016 meter per second. This is the velocity of the gun. അവിടെ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് എന്താണ്? ഗൺ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ബുള്ളറ്റ് മൂവ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് 4-5 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷുവറായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.